വെൽക്കം ടു മാജിക് മൈൻഡി കിഡ്സ്. നമുക്ക് അത്ഭുതങ്ങളുടെ ലോകത്ത് സാഹസിക യാത്ര തുടങ്ങാം. ഹായ് കൂട്ടുകാരെ, ഞാൻ മൈൻഡി. സ്വർണ്ണ ലോക്കറ്റിന്റെ രഹസ്യം. മൈൻഡി, എന്റെ കുഞ്ഞെ, ഉറങ്ങാൻ സമയമായി. അമ്മേ, ഒരു കഥ പറയാമോ? ശരി, ഇന്ന് ഞാൻ നിന്നോട് ഒരു രാജകുമാരിയുടെ രഹസ്യം പറയാം. കണ്ണടച്ചു കേൾക്കണം. ഒരിക്കൽ വളരെ ദൂരെയുള്ള ഒരു രാജ്യത്തിൽ പച്ചപ്പുള്ള വയലുകൾ, സ്വർണ്ണ കൊട്ടാരം, മഴവില്ലുപോലെ പൂന്തോട്ടങ്ങൾ. എന്റെ രാജ്യത്തെല്ലാം സന്തോഷമാണ്. അതെ, പക്ഷെ നമ്മുടെ ഹൃദയം മാത്രം ശൂന്യമാണ്. അവർക്കു കുഞ്ഞുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവരുടെ സന്തോഷം വന്നു. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. രാജ്യം മുഴുവൻ ആഘോഷങ്ങളാൽ നിറഞ്ഞു. കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ ലോക്കറ്റിട്ടിരുന്നു. അങ്ങനെ സന്തോഷിച്ചിരിക്കെ ഒരു വലിയ പെരുമഴയും കാറ്റും വന്നു. രാജാവും റാണിയും പ്രജകളെ സഹായിക്കാൻ തിരക്കിലായി. രാജ്യത്ത് ഒരാളുണ്ടായിരുന്നു, അധികാരം മാത്രം ആഗ്രഹിച്ച ദുഷ്ടമന്ത്രി. ഈ കുഞ്ഞുണ്ടെങ്കിൽ എനിക്ക് സിംഹാസനം കിട്ടില്ല. അവൻ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ദാസിയെ ഏൽപ്പിച്ചു. എന്നാൽ കാരുണ്യമുള്ള ആ ദാസി കുഞ്ഞുമായി ഒളിച്ചോടി. കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു. മന്ത്രിയുടെ ഭടന്മാർ എത്തുന്നതിനു മുൻപ് ഒരു ഗ്രാമത്തിലെ വീടിന്റെ മുൻപിൽ കുഞ്ഞിനെ സുരക്ഷിതമായി വെച്ചു. അങ്ങനെ ആ കുഞ്ഞ് ഒരു ചെറിയ ഗ്രാമത്തിൽ വളർന്നു. അവൾക്ക് പേര് നൽകി ഉജ്ജ്വല. അവൾ സാധാരണ പെൺകുട്ടിയായിരുന്നു, പക്ഷേ അവളുടെ ഹൃദയം വളരെ വലിയതായിരുന്നു. ജോലി ചെയ്യുമ്പോഴും അവളുടെ മുഖത്ത് ഒരു ശാന്തത ഉണ്ടായിരുന്നു. പഠിപ്പിക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു. വിദ്യയാണ് യഥാർത്ഥ സമ്പത്ത്, അവൾ വിശ്വസിച്ചു. സഹായിക്കാൻ അവൾ എപ്പോഴും മുന്നിലായിരുന്നു. ഗ്രാമക്കാർ പറയും, ഉജ്ജ്വലയുടെ ഹൃദയം രാജകീയമാണ്. പക്ഷേ ചില രാത്രികളിൽ എനിക്കെന്തോ ഓർമ്മ വരാത്തതുപോലെ. ഞാൻ ആരാണ്? ഒരു മഴയുള്ള സന്ധ്യയിൽ ഉജ്ജ്വലയുടെ ജീവിതം മാറാൻ പോകുകയായിരുന്നു. അമ്മേ, ഞാൻ സഹായിക്കാം. മോളെ, ഈ ലോക്കറ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതെനിക്ക് ഓർമ്മയുള്ള കാലം മുതലുണ്ടായിരുന്നു. വയോധിക സ്ത്രീ ആ രാത്രി നടന്നതെല്ലാം അവളോട് പറഞ്ഞു. മഴയുള്ള രാത്രിയും കുഞ്ഞിനെ രക്ഷിച്ച് ഓടിയതും ഗ്രാമത്തിലെത്തിയതും. അന്ന് രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ലോക്കറ്റ് തുറന്നു നോക്കി. അതിനുള്ളിൽ രാജമുദ്ര കൊത്തിയിരുന്നു. അവളുടെ ഉള്ളിൽ നിന്ന് ഒരു ആത്മവിശ്വാസം ഉയർന്നു. പിറ്റേ ദിവസം രാവിലെ, ഞാൻ ആരാണെന്ന് സത്യം അറിയണം. എന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ കൊട്ടാരത്തിലേക്ക് പോകും. അവൾ യാത്ര തുടങ്ങി. അവൾ ഒറ്റയ്ക്കായിരുന്നു. ചെറിയ ഭയമുണ്ടായിരുന്നു. എന്നാലും അവൾ മുന്നോട്ടു പോയി. വഴിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഉജ്ജ്വല യാത്ര നിർത്തി. ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെയുണ്ട്. സിംഹാസനം കാത്തിരിക്കാം, പക്ഷേ കാരുണ്യമാണ് ഏറ്റവും വിലമതിക്കുന്ന ശക്തിയെന്ന് അവൾ ലോകത്തോട് കാണിച്ചു തന്നു. നദി ശക്തമായി ഒഴുകി. ഒരു നിമിഷം അവൾ മടിച്ചു. ഞാൻ ഭയപ്പെടില്ല. അവൾ ഒരു കല്ലിൽ നിന്നും മറ്റൊന്നിലേക്ക് ചുവടുവച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. അവളുടെ മുന്നിൽ രാജ്യത്തിന്റെ കൊട്ടാരം. അവളുടെ ജീവിതം മാറാൻ പോകുകയായിരുന്നു. നിൽക്കൂ, ഗ്രാമക്കാരെ ഇവിടെ പ്രവേശിപ്പിക്കില്ല. എനിക്ക് രാജാവിനെ കാണണം. എന്തിന്? ഇത് കാണൂ. ഇത് രാജമുദ്ര. കൊട്ടാര കവാടങ്ങൾ ആദ്യമായി തുറക്കാൻ തയ്യാറായി ആത്മവിശ്വാസത്തോടെ അവൾ അകത്തേക്ക് നടന്നു. കൊട്ടാരത്തിന്റെ അകത്ത് വർഷങ്ങളായി കാത്തിരുന്ന ഒരു ഹൃദയം.
എന്റെ മകൾ എവിടെയെങ്കിലും ഉണ്ടാവുമോ? രാജാവേ, ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ ഗ്രാമത്തിൽ നിന്നാണ്. പക്ഷേ ഈ ലോക്കറ്റ് ആ ലോക്കറ്റ് വർഷങ്ങൾ പഴക്കമുള്ള ഓർമ്മകൾ രാജാവിന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. ഈ കണ്ണുകൾ റാണിയുടെ കണ്ണുകൾ. രക്തബന്ധം വാക്കുകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞു. രാജാവേ, ആ രാത്രി ഞാൻ അവളെ രക്ഷിച്ചു. ഇവൾ തന്നെയാണ് നിങ്ങളുടെ മകൾ. മകൾ, അങ്ങനെ രാജ്യം മുഴുവൻ സന്തോഷം നിറഞ്ഞു. ഇത് നിന്റേതാണ്. നീ ജനിച്ചത് സിംഹാസനത്തിനായി. എനിക്ക് അധികാരം വേണ്ട. എനിക്ക് ഈ രാജ്യത്തിന് സേവിക്കണം. കിരീടം അധികാരത്തിന്റെ അടയാളമല്ല, സേവനത്തിന്റെ അടയാളമാണ്. അടുത്ത ദിവസം അവൾ ആദ്യം പോയത് തന്നെ വളർത്തിയ ഗ്രാമത്തിലേക്ക്. നീ എവിടെയായാലും എന്റെ മകളാണ്. സ്നേഹം രക്തബന്ധത്തേക്കാൾ വലിയതാണ്. അവൾ ആദ്യം ചെയ്തത് ഒരു വിദ്യാലയം നിർമ്മിച്ചത്. ഗ്രാമത്തിലെ ഓരോ കുട്ടിക്കും പഠനം വേണം. അവൾ എല്ലാം പങ്കുവച്ചു: ഭക്ഷണം, സഹായം, അവസരം. അവൾ രാജകുമാരിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ രാജ്യം മുഴുവൻ വലിയ ആഘോഷത്തിലായി. രാജ്യം സന്തോഷത്താൽ നിറഞ്ഞു. രാജ്യം വീണ്ടും ശാന്തമായി. നക്ഷത്രങ്ങൾ വീണ്ടും തെളിഞ്ഞു. മൈൻഡി, രാജകുമാരിയാകാൻ നല്ല ഹൃദയം മതി. അമ്മേ, ഞാൻ നല്ല സ്വഭാവമുള്ളവളായിരിക്കും. ഇപ്പോൾ ശാന്തമായി ഉറങ്ങിക്കോ എന്റെ കുഞ്ഞേ. ശുഭരാത്രി. സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.